ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സാരഥിയായിട്ട് മത്സരിക്കുന്ന ശ്രീ ബാബു ദിവാകരൻ ഇന്നലെ നോമിനേഷൻ്റെ പത്രിക സമർപ്പണം പൂർത്തീകരിച്ചു. ഇന്ന് ആ പത്രികയിലുള്ള സൂക്ഷ്മ പരിശോധനയും നടന്നു. പത്രിക സ്വീകരിച്ചു. വരണാധികാരി പെരുമ്പാവൂർ AROയുടെ മുമ്പിലുള്ള ആ പ്രൊസീജിയറെല്ലാം പൂർത്തീകരിച്ചിട്ടാണ് ഇന്ന് അദ്ദേഹം മണ്ഡലത്തിൽ സജീവമാകുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ 3 മുന്നണി രാഷ്ട്രീയമാണ് പ്രധാനമായിട്ടും ഇവിടെ മത്സരിക്കുന്നത്. അതിൽ NDAയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ശ്രീ ബാബു ദിവാകരൻ ഇവിടെ ചക്ക അടയാളത്തിൽ 2020 പാർട്ടിയുടെ ചിഹ്നമായിട്ടുള്ള ചക്ക അടയാളത്തിലാണ് മത്സരിക്കുന്നത്. ജനങ്ങളുടെ ഇടയ്ക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ അദ്ദേഹം വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു പ്രവർത്തനങ്ങൾ. ശരിക്കും അടൂർ സ്വദേശമായിട്ടുള്ള അദ്ദേഹത്തെ ഈ നാട്ടിലേക്ക് ദത്തെടുക്കുമ്പോൾ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. നമ്മുടെ ഈ നാടിൻ്റെ സമഗ്രമായ വികസനം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകളുടെ നിഷ്കാമ സേവനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ പരിശോധിച്ച് ഹിസ്റ്ററി പരിശോധിച്ചിട്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ 2020 പാർട്ടിയുടെ പ്രവർത്തകരും ഭാരതീയ ജനതാ പാർട്ടിയുടെയും BDJSൻ്റെയും ഒക്കെ പ്രവർത്തകർ വളരെ സഹകരണത്തോടും വളരെ ആവേശത്തോടും കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. 100% വിജയപ്രതീക്ഷയോടുകൂടി മറ്റ് മുന്നണി സ്ഥാനാർത്ഥികളും അവരുടെ രാഷ്ട്രീയ മേലാളന്മാരൊക്കെ തന്നെ അവരുടെ നേതാക്കന്മാരൊക്കെ തന്നെ പല ദുഷ്പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു തരത്തിലുള്ള സ്ഥാനാർത്ഥികൾക്കെതിരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. കാരണം നമ്മുടെ സ്ഥാനാർത്ഥിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് 2 മുന്നണി സ്ഥാനാർത്ഥികളും ഇന്ന് ഈ മത്സര രംഗത്തുള്ളത്. ശ്രീ ബാബു ദിവാകരൻ ഇവിടെ ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഒരു മുന്നണി രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഏകദേശം പൂർത്തീകരിക്കുവാൻ സാധിച്ചു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വളരെയേറെ അടുക്കും ചിട്ടയോടുകൂടി 4 പഞ്ചായത്തുകളുടെ ഭരണം കൈയാളുന്ന 2020യുടെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി ജനപ്രതിനിധികളുണ്ട്, ബ്ലോക്ക് മെമ്പേഴ്സുണ്ട്, അതേപോലെ പ്രാദേശികമായിട്ട് നിരവധി ആളുകളുണ്ട്, ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തരായ പ്രവർത്തകരുണ്ട്, BDJSൻ്റെ പ്രവർത്തകരുണ്ട്. അങ്ങനെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ വിവിധ മേഖലകളിൽ നമ്മൾ സ്വായത്തമാക്കിയിട്ടുള്ള ഇന്നലെയുടെ നാളുകളിൽ സ്വായത്തമാക്കിയിട്ടുള്ള എല്ലാവിധ രാഷ്ട്രീയ പരിജ്ഞാനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയാണ്. ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ജനങ്ങളോട് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ആ മാറ്റം സാധ്യമാകും എന്നുള്ള വലിയ പൂർണ്ണ വിജയപ്രതീക്ഷയിലാണ് ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും പ്രവർത്തകരും ഈ സമയത്ത് നിൽക്കുന്നത്. നമ്മോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിയുണ്ട്. അതേപോലെ തന്നെ 2020യുടെ നിയോജകമണ്ഡലത്തിൻ്റെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രീ ദീപക്കുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കോലഞ്ചേരി മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് അരുണുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ജില്ലയുടെ ഉപാധ്യക്ഷനായിട്ടുള്ള CM മോഹനൻ അവറുകളുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിജയം മാത്രമാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു വിഷയം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവിധ പ്രവർത്തനങ്ങളും സജ്ജമാക്കുന്നുണ്ട്. ആ തരത്തിൽ ജനങ്ങളുടെ മനസ്സിനെ കീഴടക്കിക്കൊണ്ട് വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഒരു അജയ്യ ശക്തിയായിട്ട് മാറിയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ദേശീയ തലത്തിലുള്ള ഏതെങ്കിലും നേതാക്കന്മാർ നമുക്ക് അവൈലബിൾ ആവുന്ന തരത്തിൽ ഇവിടെ എത്തിച്ചേരും. സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരുണ്ടാവും. വലിയ രീതിയിലുള്ള റോഡ് ഷോകൾ, റാലികൾ ബഹുജന പങ്കാളിത്തത്തോടെ നടത്താനാണ് ദേശീയ NDAയുടെ നേതാക്കന്മാർ തീരുമാനിച്ചിരിക്കുന്നത്. അത് വലിയ രീതിയിൽ, അതായത് ഈ നിയോജകമണ്ഡലം ഇന്ന് വരെ ദർശിക്കാത്ത തരത്തിലുള്ള ഒരു പ്രകടനത്തിനാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഒപ്പുകൂട്ടുന്നത്. അതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ പരിപാടികളാണ് കുടുംബ യോഗങ്ങളിലൂടെയും ചെറുതും വലുതുമായ കുടുംബ യോഗങ്ങളിൽ ദർശിക്കുവാൻ സാധിക്കുന്നത്. ചെറിയ റാലികൾ, അതേപോലെ തന്നെ നമ്മുടെ NDAയുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് തന്നെ
ഏകദേശം 3000-ൽ പരം സംഖ്യ പട്ടിമരത്തുണ്ടായിരുന്നു. അത് വലിയൊരു ആവേശമായിരുന്നു. അതിനുശേഷം നടത്തിയ റാലികൾ, അത് നൂറുകണക്കിന് പ്രവർത്തകർ ഈ വെയിലത്ത് നട്ടുച്ച സമയത്ത് നമ്മോടൊപ്പം അണിചേരുന്നു എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിൽ നമുക്കുള്ള ഒരു വിശ്വാസത്തിൻ്റെ അളവുകോലാണ്. ആ അളവുകോൽ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 100%-ൽ അപ്പുറത്തൊരു ശതമാനം ഉണ്ടെങ്കിൽ ആ ശതമാനത്തെ നമ്മൾ സ്വായത്തമാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2 മുന്നണി സ്ഥാനാർത്ഥികളും അവരുടെ പക്ഷവും അവരുടെ ആരോപണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായ ആരോപണമുണ്ടോ? പുത്തൻകുരിശ് പഞ്ചായത്തിൽ UDF ആയിട്ടുള്ള ധാരണയുണ്ടെന്ന് പറയുന്നു. മറ്റ് സ്ഥലത്ത് ഇവർ പറയുന്നു LDF ആയിട്ട് ധാരണയാണെന്ന്. അടുത്ത പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ പറയും UDF ആയിട്ട് ധാരണയാണെന്ന്. അത് എല്ലാ കാലത്തും സംസ്ഥാന തലത്തിൽ വരെ NDA ആക്ഷേപിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ്. അതിലൊക്കെ വലിയ വ്യത്യാസം വന്നു. മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ പക്ഷം എന്ന് പറയുന്നത് ശരിക്കും ഒരു നേരിൻ്റെ പക്ഷത്ത് നിന്നിട്ടാണ് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ നേരായ മാർഗത്തിൽ തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് തികച്ചും ആരോപണം മാത്രമാണ്, അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീ ബാബു ദീപാറിനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പരമമായ ലക്ഷ്യം. അതിനപ്പുറത്ത് ഒരു കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ല. UDFന്റെ ആരോപണം BMSന്റെ ജില്ലാ സംസ്ഥാന നേതാവായിട്ടുള്ളത് ശ്രീനിധന്റെ സഹോദരനാണ്. അത്തരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2000-നും 3000-നും ഇടയിൽ വോട്ടുകൾ LDF വിലയ്ക്ക് വാങ്ങിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? അങ്ങനെ സംഭവത്തിൽ BMS ഭാരതത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമാണ്. ഭാരതത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് BMS. അവർക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയല്ലത്. പക്ഷേ നമ്മുടെ മറ്റുള്ളവർ പറയുന്ന സംഘപരിവാർ എന്ന് പറയുമ്പോൾ ആ പരിവാറിൽപ്പെട്ട തൊഴിലാളി സംഘടനകളിൽ നിയന്ത്രിക്കുന്നൊരു സംഘടന. ഒരു കാലത്തും BMSൻ്റെ ആളുകൾ, സംഘത്തിൻ്റെ ആളുകൾ, വിവിധ ക്ഷേത്രം എന്ന് ഞങ്ങൾ പറയും, ആ വിവിധ ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രവർത്തകരും ഒരുമിച്ചിരുന്നുള്ള സമന്വയ ബൈഠക്കുകൾ നടക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വികസനമാണ്. മോദിജി വിഭാവനം ചെയ്യുന്ന വികസിത ഭാരതത്തിന് വേണ്ടിയിട്ട് ഒരു വികസിത കുന്നത്താട് സൃഷ്ടിക്കുവാനുള്ള കഠിന പ്രയത്നത്തിലാണ്. അതിൽ ഇത്തരം ചാബല്യങ്ങൾക്കോ ഇത്തരം ആരോപണങ്ങൾക്കോ 1% പോലും വില കൽപ്പിക്കുന്നില്ല. ഞങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, ശ്രീ ബാബു ദീപാറിനെ കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിക്കുക. അതിന് നമ്മുടെ എല്ലാ ശക്തിയും സമാഹരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ട ഊർജം ഞങ്ങൾക്കുണ്ട്. ആ ഊർജത്തിലൂടെ തന്നെയാണ്, പ്രേരണയിലൂടെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, ഭരണവർഗ മുന്നണികൾ, അവരെ എല്ലാ കാലത്തും പറയുന്ന ചില മുടന്തൻ ന്യായങ്ങൾ, ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ ചിലപ്പോൾ റിലേഷൻ ഉണ്ടാവാം. ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 4 പേര് 4 രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. പക്ഷേ അതിലെന്താ കാര്യം? അത് ആരോപണത്തിന് വേണ്ടിയിട്ട് അവരുടെ രാഷ്ട്രീയം മാറ്റിവെക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അതങ്ങനെ രാഷ്ട്രീയ പാർട്ടിയിൽ കോൺഗ്രസ്സുകാരും BJPക്കാരും കമ്മ്യൂണിസ്റ്റുകാരുമുള്ള ഒരേ വീടുകളുണ്ട്. അത് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണെന്ന് ആരോപിക്കുന്നവർക്ക് എന്ത് മറുപടി? രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവ് എന്നുള്ള രീതിയിൽ ഒരു മറുപടിയും അറിയിക്കുന്നില്ല. പുത്തൻകുരിശ് പഞ്ചായത്തിലെ അയ്യൻകുഴിയിൽ അവിടെ ഒരു 42 കുടുംബങ്ങൾ നിലവിൽ താമസിക്കാൻ കഴിയാതെ, ജീവിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം അവിടുത്തെ സ്ഥലം ഏറ്റെടുക്കാൻ ഗവൺമെന്റ് തയ്യാറായി എന്ന തരത്തിലവിടെ നിലവിലുള്ള MLA സ്വീകരണം എടുക്കുകയുണ്ടായി. അത് സംബന്ധിച്ചിട്ടുള്ളൊരു ഗവൺമെന്റ് ഓർഡറൊന്നും ഇതുവരെ കണ്ടില്ല. അതിനെ സംബന്ധിച്ച് BJP അറിഞ്ഞിരുന്നോ, അന്വേഷിച്ചിരുന്നോ? എന്താണ് BJP നേരിട്ട് ഇടപെട്ടിട്ടില്ല. പക്ഷേ അതിദാരിദ്ര്യ സംസ്ഥാനമായിട്ട് ഇവിടെ ഭരിക്കുന്ന MLA ഉൾപ്പെടെയുള്ള ഈ മണ്ഡലത്തിൽ പ്രഖ്യാപിച്ചിട്ട് മാസങ്ങളായിട്ടുള്ളൂ സംസ്ഥാന ഗവൺമെൻറ്. ഈ അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഡെഫിനീഷൻ? ഞങ്ങൾക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല. താങ്കൾ തന്നെ പറയുന്നു 42 കുടുംബങ്ങൾ അനാഥമാണെന്ന്. ആ അനാഥമായ കുടുംബങ്ങളെ നമ്മളെ മുന്നണി സ്ഥാനാർത്ഥി ഇവിടെ വിജയിപ്പിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അവരുടെ ഒരു അക്കോമഡേഷൻ പൂർത്തീകരിച്ചിരിക്കും. അതുമാത്രമല്ല, വാഴക്കുളം പഞ്ചായത്തിൽ പ്രശ്നങ്ങളുണ്ട്, മഴുവന്നൂർ പഞ്ചായത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഒറ്റപ്പെട്ട പ്രശ്നങ്ങളല്ല. എൻ്റെ ഈ നിയോജകമണ്ഡലത്തിൽ നിരവധി പ്രശ്നങ്ങൾ കോളനി കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ശ്രീ ബാബു ദിവാർജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സർവ്വസാധാരണക്കാരൻ്റെ പ്രശ്നമാണ് ഇദ്ദേഹം പഠിക്കുന്നത്. ആ പഠനത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടണം. ഈ കഴിഞ്ഞ കാലങ്ങളിൽ എടുക്കുന്ന രാഷ്ട്രീയമോ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന രീതികളായിരിക്കില്ല
ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ബാനറിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ കൊണ്ട് ഇവിടെ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ 11 വർഷക്കാലത്തെ നരേന്ദ്രമോദിജിയുടെ വികസന പദ്ധതികളും 2020 നടപ്പിലാക്കുന്ന കിഴക്കമ്പലം മോഡൽ എന്നുള്ള പ്രസ്താവന. കിഴക്കമ്പലത്ത് നടപ്പിൽ വരുത്തുന്ന ഈ അഴിമതിയില്ലാത്ത ഒരു ഭരണ സംവിധാനവുമാണ് ഈ NDA എന്നുള്ള പ്രസ്ഥാനത്തെ ഒന്നിച്ചു കൊണ്ടുവരാൻ ഉള്ള പ്രേരണ അത് തന്നെയായിരുന്നു. രണ്ട് കൂട്ടർക്കും വികസനമാണ് മുന്നിലുള്ള അജണ്ട. അതിന് അഴിമതി ഉണ്ടാകരുത്. അഴിമതി ഇല്ലെങ്കിൽ തന്നെ, സാമ്പത്തിക അച്ചടക്കം ഉണ്ടെങ്കിൽ തന്നെ ഒരു സമൂഹം, ഒരു രാഷ്ട്രം, ഒരു വ്യക്തി വികസിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. ആയിരിക്കണമല്ലോ. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടുത്തെ സിറ്റിംഗ് CPM നേതൃത്വം കൊടുക്കുന്ന MLA ഭരിക്കുന്ന ഈ മണ്ഡലത്തിൽ ജനങ്ങളോട് എന്ത് കാര്യമാണ് ഇനി പുതിയതായിട്ട് പറയുവാനുള്ളത്? കഴിഞ്ഞ 10 വർഷമായിട്ട് UDF ഭരിച്ച ഈ മണ്ഡലത്തിൽ എന്താണ് പുതിയതായിട്ട് അവർക്ക് ഈ വോട്ടർമാരോട് അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികളോട് പറയുവാനുള്ളത്? ഞങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഷയാണത്. പുതിയതായിട്ട് ഇവർക്ക് എന്താണ് ഇവരോട് ആഹ്വാനം കൊടുക്കാനുള്ളത്? ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ ഈ കുന്നത്ത് നാട്ടിൽ തേനും പാലും ഒഴുക്കുന്നു എന്നും അവകാശപ്പെടുന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങളെ ഊന്നൽ കൊടുത്തുകൊണ്ട്, അടിസ്ഥാന സൗകര്യത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു അഴിമതിരഹിത ഭരണത്തിന് വേണ്ടി കോപ്പുകൂട്ടും. അത് എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് ജനപങ്കാളിത്തത്തെ ഉറപ്പുവരുത്തിക്കൊണ്ട് ശ്രീ ബാബു ദിവാകരൻ എന്നുള്ള ഞങ്ങളുടെ സഹോദരനെ വെച്ചുകൊണ്ട് ഈ കുന്നത്ത് നാട്ടിൽ വലിയൊരു മുന്നേറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനൊരു ഈശ്വരീയമായി കാഴ്ചപ്പാടുണ്ട്. അത് മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ അപ്പുറത്തുള്ള മാനങ്ങൾ തേടുന്നു. അത് എല്ലാ മാനവീയതയ്ക്കും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമായിരിക്കും. അതിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ കുന്നത്ത് നാടിൻ്റെ MLA ആയിരിക്കും. ഈ കുന്നത്ത് നാട്ടിലെ 1,87,000 വരുന്ന വോട്ടർമാരുടെ MLA ആയിരിക്കും. ഈ കുന്നത്ത് നാടിൻ്റെ സമഗ്രമായ വികസനത്തിനു വേണ്ടി പത്രമാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാം സഹകരണത്തോടുകൂടി ഒരു ജനകീയ സമ്പർക്കത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ നാട്ടിൽ ഒരു വികസനത്തിൻ്റെ തിരി കൊളുത്തുവാനാണ് ശ്രമിക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കിക്കാണാം. തീർച്ചയായിട്ടും 2 മുന്നണി രാഷ്ട്രീയവും അവർ മാറി മാറി ഇവിടെ വോട്ടർമാർ പരീക്ഷിച്ചതാണ്. പുതിയതായിട്ട് അവർക്ക് വോട്ടർമാരോട് ഒന്നും പറയാനില്ല. അപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥി 2020 ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഇദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് തനത് മൂന്നാംകുട രാഷ്ട്രീയത്തിൻ്റെ ഭാഷയാണ്. വരട്ടെ, നേരിട്ട് എതിർക്കട്ടെ. വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മോട് ഏറ്റുമുട്ടുവാൻ അവർ തയ്യാറാകട്ടെ. ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തെപ്പറ്റി പഠിച്ചിട്ട് അവർ സംസാരിക്കട്ടെ. BJPക്കാർ അവിടെ പോണു, കോൺഗ്രസ്സുകാർ എവിടെ പോണു എന്ന് പറയുന്ന രാഷ്ട്രീയമല്ല ഞങ്ങളുടെ കയ്യിലുള്ളത്. ഞങ്ങളുടെ കയ്യിലുള്ളത് ഈ കുന്നത്ത് നാട്ടിൽ കാലാകാലങ്ങളിൽ പുറകോട്ടടിക്കുന്ന ഒരു കാർഷിക ഗ്രാമമായ കുന്നത്ത് ഈ നാട് ഒരു വ്യവസായ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന് രണ്ടിനെയും സമന്വയിച്ചുകൊണ്ട് വലിയൊരു വികസനത്തിന് സാധ്യതയുള്ള ഈ നാടിനെ എന്തുകൊണ്ട് ഇത്രയും കാലം കൊണ്ട് വികസിച്ചില്ല? 7 പതിറ്റാണ്ട് കാലമാണ് ഈ നാട്ടിൽ ഇടതും വലതും മാറി മാറി ഭരിച്ചത്. 7 പതിറ്റാണ്ട് കാലം എന്ന് പറഞ്ഞ ചെറിയൊരു കാലയളവല്ല. ഈ കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ട് 70 വർഷം പിന്നിടുന്നു. എന്തേ? നിങ്ങൾ എഴുതണം. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ തൊട്ട്, ഹൃദയത്തിൽ തൊട്ട് എഴുതണം. ഈ നാടിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാഷ്ട്രീയത്തിന് നിറത്തിന് അപ്പുറത്തേക്ക് നിങ്ങൾ ഈ നാടിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശുദ്ധമായ ഭാഷയിൽ എഴുതണം. ഈ NDA പിന്നണിയിലുണ്ടായിരുന്ന JSS പാർട്ടി ഒരാക്ഷേപം ഉന്നയിക്കുന്നത് അവരെ മുന്നണിയുടെ മുന്നണിയുടെ ഭാഗമാക്കിയിട്ടില്ല കുന്നനാട് എന്ന് മാത്രമല്ല, അവരും സ്ഥാനാർത്ഥിയെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ആ കാര്യത്തിൽ എന്തായി? പുതിയൊരു പാർട്ടിയിലേക്ക് വന്നതുകൊണ്ടാണ് ഇല്ല, JSS ഞങ്ങളുടെ ഘടകകക്ഷിയായിട്ട് ഞങ്ങൾ ജില്ലാ തലത്തിൽ ഇരുന്നപ്പോൾ അവരുടെ പ്രവർത്തകര് തുലം കുറവാണ്. നമ്മുടെ മണ്ഡലത്തിൽ എല്ലാ BDSൻ്റെയും കേരളദേശത്തിൻ്റെ തന്നെ കക്ഷികളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചുള്ള നിയോജകമണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഘടകകക്ഷികൾക്ക് എത്ര സീറ്റ് കൊടുക്കണം, എവിടെയൊക്കെയാണ് സീറ്റ് കൊടുക്കേണ്ടതെന്ന് സ്റ്റേറ്റ് തലത്തിലും സെൻട്രൽ തലത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മുന്നണികളും തീരുമാനിക്കുന്നത്. അതിൻ്റെ പാർട്ടിസിപ്പേഷൻ എത്രയുണ്ട്, എത്ര പെർസെൻറ്റേജ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ നിയോജകമണ്ഡലത്തിൻ്റെ പ്രവർത്തകർ എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ബാക്കി നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ മറുപടി കുറയും. MLA പറയുന്ന ഇവിടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വികസനം നടപ്പാക്കിയ മണ്ഡലമാണ് 2700 കോടി. 2000 സാമാന്യേന ബുദ്ധിയുണ്ട്. സജി മാഷ്ക്ക് തോന്നുന്നുണ്ടോ? 2700 കോടി റുപ്യ ഈ മണ്ഡലത്തിൽ
വികസന പദ്ധതികൾക്ക് എവിടെയാണ് മുടക്കിയിരിക്കുന്നത്? ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ പൊതുസമൂഹത്തിന്, ഞാനും നിങ്ങളും നമ്മളെല്ലാവരും താമസിക്കുന്ന ഈ നിയോജകമണ്ഡലത്തിൽ 2700 കോടി രൂപ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നാഷണൽ ഹൈവേ റോഡ് നിർമ്മാണം നടത്തുന്നു. 1 കിലോമീറ്ററിന് 100 കോടി റുപ്യ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ചിലവാക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ കാസർഗോഡ് നിന്ന് സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും അത്രയും രൂപ ഈ റോഡിലേക്ക് മുടക്കിയിട്ടുണ്ടെന്ന് 6 വരി പാത വരുമ്പോൾ. കാരണം ആ 6 വരി പാതയിലൂടെ വരുമ്പോൾ ഇപ്പോഴും സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത് അതിൻ്റെ സൈഡിൽ ഓട് വെച്ച് അത് നമ്മളുടെ വികസനമാണെന്നാണ്. സ്ഥലമെടുപ്പിൻ്റെ 25% അപ്പുറത്ത് എന്താണ് സംസ്ഥാന ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ? എത്ര സ്പീഡിലാണ് വർക്ക് നടക്കുന്നത്? സുതാര്യമായ വർക്കാണ് നടക്കുന്നത്. എല്ലാ യുവാക്കളും ചെറുപ്പക്കാരും ഇതിനെ അടിവരയിട്ട് സമ്മതിക്കുന്നു. ഈ ഒരു വികസന പദ്ധതി അടിവരയിട്ട് സമ്മതിക്കുന്നു. ഞങ്ങൾക്കൊരു ആക്ഷേപവുമില്ല. ശ്രീ പിണറായി വിജയൻ്റെ പടം വച്ചതിലൊന്നും ഞങ്ങൾക്ക് വേദനയില്ല. പക്ഷെ സത്യം ഏതാണെന്ന് ജനങ്ങൾ തിരിച്ചറിയണം. ദേശീയപാത ഇത്ര ഭംഗിയായിട്ട് നടപ്പിൽ വരുത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിൽ വരുത്തുന്ന ഒത്തിരി പദ്ധതികൾ ഈ സംസ്ഥാന സർക്കാർ അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന രാഷ്ട്രീയത്തിന് വില കൊടുക്കട്ടെ. ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. ശരിക്കും മനസ്സിൽ തട്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കണേ. ഇവിടെ ഇത്രയും ജനങ്ങൾ നിവസിക്കുന്ന ഈ നാട്ടിൽ അവരുടെ പ്രശ്നങ്ങളല്ലല്ലോ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ പിണക്കങ്ങളും കൊച്ചു കൊച്ചു മാറ്റങ്ങളെപ്പറ്റി എന്തിനു വേണ്ടി കൂടുതൽ ചർച്ചയ്ക്കിലേക്ക് പോകുന്നു? ഈ നാടിൻ്റെ വികസനത്തെപ്പറ്റി വ്യക്തമായി കാഴ്ചപ്പാടുണ്ടെങ്കിൽ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ പൊതുനിരത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാവട്ടെ. ഈ പറയുന്ന പോലെ കേന്ദ്ര ഫണ്ടിന്റെ കൂടി അദ്ദേഹത്തിന്റെ ഇടപെടൽ കൂടിയാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹവും പ്രചരണം നടത്തുന്നുണ്ട്. വളരെ നല്ല കാര്യം. MP എന്നുള്ള ഇതിൽ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ബെന്നി ബെഹനാൻ. BJPയുടെ പ്രതിയല്ല. MP എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെന്റ്. ഈ ചാലക്കുടി മേയിലെ MP ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് സാധിക്കട്ടെ. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ അദ്ദേഹത്തിലൂടെ ഇവിടെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കട്ടെ. എന്താ കുഴപ്പം? നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവങ്ങൾ വേറെയാണെന്ന് പറഞ്ഞല്ലോ. അതിലിപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്ന MP മാരെ ആരും തന്നെ തിരഞ്ഞെടുത്തിട്ടില്ല. ഒരേ ഒരു MP സുരേഷ് ഗോപിയുള്ളൂ. അദ്ദേഹം സെൻട്രൽ മിനിസ്റ്ററാണ്, എല്ലാവർക്കും അറിയാം. ഇനി ധാരാളം MP മാരെ പ്രദാനം ചെയ്താൽ ഇതേമാതിരി നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ളൊരു വികസനം ഇവിടെ കാഴ്ചവെക്കാൻ പറ്റും. നിരവധി പദ്ധതികളുണ്ട്. ഭാരതം സാമ്പത്തികമായിട്ടൊരു അച്ചടക്കത്തിലാണ്. ഭാരതം സാമ്പത്തികമായി ഒരു വലിയ ശക്തിയുമാണ്. ലോകത്തിലെ 4ാമത്തെ ശക്തിയായിട്ട് ഇന്ത്യ അറിയപ്പെടുന്നു. ആ സാമ്പത്തിക സ്രോതസ് എല്ലാം തന്നെ ഈ നാടിൻ്റെ പ്രയോജനത്തിനു വേണ്ടി മുതൽക്കൂട്ടായിട്ട് വരുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരും പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്കൊത്താണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ മൂന്നാംകട രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരല്ല. ഇന്നലെ LDFന്റെ പത്രസമ്മേളനം സാബു സാറ് താങ്കളെ വിളിക്കുന്നില്ലെന്നും കാണുന്നില്ലെന്നും താങ്കളെ ശേഷം കണ്ടില്ലെന്നും അത് 2020 വരുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് തുടച്ചു നീക്കാൻ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാത്തതായിട്ട് മാറ്റുന്ന ഒരു രീതിയൊന്നും അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരല്ലെന്ന് അവരുടെ അഭിപ്രായം. ഇതൊരു അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആണ് വഴി തിരിഞ്ഞു പോയേക്കുന്നത് ചെറുതായിട്ട്. അപ്പൊ എന്താ പറയാ? സത്യത്തിലേ ഈ അതിൻ്റെ മറുപടി പറഞ്ഞ് തുടങ്ങണമെങ്കിൽ ഞാൻ ഇന്ന് സ്ക്രൂട്ടിനിക്ക് പോയപ്പം എൻ്റെ സുഹൃത്തായിരുന്ന ഇവിടുത്തെ MLA ശ്രീ ശ്രീനിധൻ പിറകിലിരുന്ന് എന്നെ വിളിച്ചു. അന്ന് ഞാൻ ശ്രീനിധനെ കാണുന്നു. ഞാനൊരു കുടുംബയോഗത്തിൽ നിൽക്കുമ്പം അവിടെ യോഗത്തിൽ വന്നൊരു നേതാവാണ് ഈ ശ്രീനിധൻ്റെ നോമിനേഷൻ കൊടുത്തതിൻ്റെ കണക്കുകൾ പറയുന്നത്. സത്യത്തിൽ എൻ്റെ തല ശരിക്കും പെരുത്തുപോയി ആ കണക്കുകൾ കേട്ടപ്പോൾ. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത, ഇത് വായിക്കുന്ന ദേശാഭിമാനി വായിക്കുന്ന 2 പാവം സഖാക്കൾ ഭാര്യയും ഭർത്താവുമായിട്ടിരുന്നിട്ട് ഇത് വായിക്കുന്നത് ഇത് നമ്മുടെ സഖാവിൻ്റെ സ്ഥാനാർത്ഥിയുടെ ആസ്തിയാണോ? ഇത് എത്ര കോടി ഉണ്ടായിരുന്നത്? 1 കിലോ സ്വർണ്ണമുണ്ട്. എല്ലാം കൂടെ 10-12 കോടിയില്ലേ? 54 ഏക്കർ ഭാര്യയുടെ പേർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, അത്ര ഞാൻ കേട്ടത്. അപ്പം ഞാൻ അതിലേക്ക് അങ്ങയുടെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതാണല്ലോ ചിത്രം. അപ്പോൾ ഇവർക്ക് ഈ നന്മയും മനസ്സാക്ഷിയും ഒരാൾ പറയുന്ന വർത്തമാനത്തിൽ നന്മ ചെയ്ത് എന്നോട് സുഹൃത്ത് ഒരാൾ ചോദിച്ചു, ഈ ഇവിടെ വന്നിട്ട് സാവസാരണ കാണാൻ. ഞാൻ വന്നിട്ട് കണ്ടിട്ടില്ല.
കാരണം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ടും എനിക്കിനി എൻ്റെ ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിയിലെ നേതാക്കന്മാരോടായി തന്നെയും എനിക്കുണ്ടായിരുന്നൊരു ന്യൂനതയായിട്ട് എല്ലാവരും പറഞ്ഞത്, ഞാൻ ആരെയും അധികമായി അങ്ങനെ എപ്പോഴും വിളിച്ചും കണ്ടും ശല്യം ചെയ്യുന്നൊരു രീതി എനിക്കില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പം അതേപോലെ തന്നെ ആദ്യം എന്നെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് കണ്ടു, പിന്നെ പ്രഖ്യാപനം. അതിനുശേഷം എനിക്ക് അദ്ദേഹത്തെ കാണേണ്ട ഒരു കാര്യമില്ല. കാരണം എൻ്റെ ചുറ്റിനും സർവ്വസന്നാഹങ്ങളുമായിട്ട് പാർട്ടി വർക്കേഴ്സ് ആയിട്ട് നിൽക്കുകയാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവർ അദ്ദേഹത്തെ എന്നെ കാണുന്നില്ല. എന്നെ അദ്ദേഹം വിളിച്ചു, എന്തോ ബാബു ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ. ഞാൻ പറഞ്ഞു, സാറേ ഞാനിങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ബാബുവിന് മനസ്സിലായില്ലേ കാര്യങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റ് പല കുടുംബയോഗങ്ങളിലും ഇതേ അഭിപ്രായങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നതാണ് പറഞ്ഞത്. ആരും ആവർത്തിക്കുന്നത്? ഞാൻ ആവർത്തിക്കുന്നത്. LDF പറഞ്ഞേക്കുന്നത് ആണോ? സാബു ജേക്കബിലേക്ക് എത്താൻ സ്ഥാനാർത്ഥിക്ക് പറ്റുന്നില്ല. അയ്യോ നമ്മുടെ ഇന്നലത്തെ കൊടി ഇതിന്റെ ഫോട്ടോ ഇരിപ്പില്ലേ? ഇന്നലെ അവിടെ കാണിക്കേണ്ടി വരികയാണ്. അല്ലല്ല ഇന്നലെ അതെ അല്ല ശരിക്കും ഞാനതിലേക്ക് നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. നാളെ ഇനി അവരോട് വല്ലതും നിങ്ങൾക്ക് ചോദിക്കും. സത്യത്തിൽ അവർക്ക് ബാബുദിവാരൻ എന്ന് പറയുന്നത് ഞാൻ യാദൃശ്യമായി എങ്ങനെയോ ഇവിടെ വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വന്നപ്പോൾ അവരെൻ്റെ ചില നിലപാടുകളോ അല്ലെങ്കിൽ എന്താണ് ഞാനെന്നുള്ള കാര്യങ്ങൾ രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വേറിട്ടത് എന്താണ്, എന്തെങ്കിലുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മയോ സത്യമോ ധർമ്മമോ ഒക്കെ അവർ കാണുന്നതുകൊണ്ടാവാം അവർക്ക് വേറെ എന്തെങ്കിലും പറയണ്ടേ. അപ്പോൾ കഷ്ടകാലത്തിന് എൻ്റെ ചെയ്ത് അങ്ങോട്ട് സാധനം അവർക്ക് കിട്ടുകയും ചെയ്ത് അവർക്ക് അത് എഡിറ്റ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്ത്, ഞാനത് നല്ല വീഡിയോ എഡിറ്ററും സോഷ്യൽ മീഡിയ ക്രിയേറ്ററും ആക്ടറും മ്യൂസിക് പ്ലെയറും സിംഗറും ഒക്കെയാണ്. അപ്പോൾ അവർ അതൊക്കെ ചെയ്യട്ടെ. പക്ഷെ നമ്മൾ അത്തരത്തിലുള്ള വാദങ്ങൾക്കോ വിവാദങ്ങൾക്കോ മറുപടി കൊടുക്കലല്ല എൻ്റെ ജോലി. അത് ഞാൻ പറയില്ല. മത്സരമല്ലേ, നല്ല ജനാധിപത്യ ഒരുപാട് ശക്തമായ മത്സരമല്ലേ. ഇവിടെ NDA മുന്നണിക്ക് കൃത്യമായ കണക്കുകളുണ്ട്, കൃത്യമായ പ്ലാനുണ്ട്, കൃത്യമായ പദ്ധതികളുണ്ട്, പരിപാടികളുണ്ട്. ഇന്നലെ LDF ഒരു കണക്കൂടെ കാണിച്ചു. അവർ പറഞ്ഞു ഒന്നാം സ്ഥാനത്ത് അടുത്തടുത്ത തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം UDF ആണ്. അവരെ ജയിപ്പിക്കാനുള്ള ചില കാര്യങ്ങളാണ് ഇപ്പൊ NDA നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആശയം ഒന്നുമില്ല. NDAയുടെ ആദ്യത്തെ ലീഡ് വരുന്നത് 8:15 കുന്നത്തിനോടായിരിക്കും. അയ്യോ എന്തെല്ലാം കഥകളാ, കഷ്ടം, എന്തെല്ലാം കഥകൾ. അത് ഞാൻ 2020 ഒന്നുമില്ല 2021 ഒരു ഇത് ഉണ്ടായപ്പോൾ അന്ന് ഞാൻ BJPയിൽ പോകുമെന്നൊക്കെ പറഞ്ഞൊരു വിഷയം ഉണ്ടായപ്പോൾ അന്ന് പറഞ്ഞൊരു മറുപടിയാണ്. പിന്നിപ്പോൾ ഈ ഓരോ ഇതല്ലേ നമ്മുടെ നാട്ടിലിപ്പോൾ, അല്ലെങ്കിൽ എന്താണ് പറയുക, അതാണിപ്പോൾ. ഇതിപ്പോൾ എല്ലാം ലൈബ്രറി ഇരിക്കുന്നുണ്ട്, പ്രിന്റ് മീഡിയാസ് അല്ലല്ലോ, എല്ലാം ലൈബ്രറി ഇരിക്കുന്നുണ്ട്, അതൊക്കെ എടുക്കാം. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ ഇവിടെ നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ 2020 ഫോളോ ചെയ്ത ഒരാളാണ് 2021 മുതൽ. പിന്നെ നമ്മളുടെ ആശയങ്ങൾ, ഞാനൊരു ലോക്കൽ ബോഡി അധ്യക്ഷനായിരുന്നത് കൊണ്ട് ഈ പദ്ധതികൾ പരിപാടികളൊക്കെ എങ്ങനെ ഇവർ ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതത്തോട് നോക്കിക്കണ്ട ഒരാളാണ്. പിന്നെ നമ്മുടെ ഒരു നിയമസഭാ സാമാജികൻ എങ്ങനെയായി തീരണമെന്ന് ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരാളാണ്. അപ്പോൾ അത് എനിക്ക് പങ്കുവെക്കാനും ഒരുപക്ഷെ അതിനൊരു അംഗീകാരം വാങ്ങിച്ചെടുക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലാണ് NDAയുടെയും അല്ലെങ്കിൽ 2020യുടെയും നിലപാടുകളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് എന്നെ അതിലേക്ക് ആകർഷിച്ചത്. 2020 തോൽപ്പിക്കാൻ വേണ്ടി LDF UDFും അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യുമെന്നുള്ള ആശങ്ക വല്ലതും ഉണ്ടോ? ഇത്തവണ കുന്നത്തുനാട്ടിലെ ജനങ്ങൾ എനിക്ക് ഈ ഇത്രയും ദിവസത്തിലെ ഫീൽഡിലിറങ്ങിയിൽ കിട്ടുന്ന ഭയങ്കര പ്രബുദ്ധതയും ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള സ്നേഹസമ്പന്നരായിട്ടുള്ള വോട്ടർമാരാണ്. അവർ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് നടപ്പിൽ വരും.
കുടുംബയോഗങ്ങളിലൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. 2020 ഒരു അരാഷ്ട്രീയ പാർട്ടി, രാഷ്ട്രീയ മറ്റു മുന്നണികളായിട്ട് യോജിക്കാതെ ഒരു പാർട്ടിയാണ്. ഇപ്പോഴാണ് BJP ആയിട്ട് അല്ലെങ്കിൽ NDA മുന്നണിയിലേക്ക് വന്നത്. ഇപ്പൊ ഇവിടെ ഈ പ്രദേശം, പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഒത്തിരി അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ. ഇപ്പൊ നമുക്കറിയാവുന്ന വടക്കേ ഇന്ത്യയിലേക്ക് മറ്റു പല ഭാഗങ്ങളിലേക്ക് നീക്കി കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ വലിയ ആക്രമണങ്ങൾ ഒക്കെ നമ്മൾ അടുത്ത കാലത്തേക്ക് ഒത്തിരി കേൾക്കുകയുണ്ടായി. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ വോട്ടുകൾ ശേഖരിക്കുവാൻ ഈ NDA മുന്നണി ചേർന്നുകൊണ്ട് 2020ക്ക് വിഘാതമാകുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഈ BJPയുടെ ഈ ന്യൂനപക്ഷ വിരുദ്ധത എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നമ്മുടെ ഈ കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു രാഷ്ട്രീയ ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഗൂഗിളിൽ തപ്പി നോക്കിയാൽ ഇപ്പം കിട്ടും ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്ത്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് BJP MPമാർ, MLAമാർ 237 MLA ഉണ്ട്. 34 MLA കോൺഗ്രസിനുള്ളൂ കേരളത്തിൽ. ഇത് ഈ ന്യൂനപക്ഷങ്ങളെ എപ്പോഴും അല്ല ഏതെങ്കിലുമൊക്കെ തരത്തിൽ, അതിപ്പം മതത്തിൻ്റെ പേരിലായാലും മതമായാലും മറ്റെന്താ രീതിയിൽ ന്യൂനപക്ഷങ്ങളെ ഭൂരിപക്ഷം ചെറിയ തോതിൽ കല്ലെടുത്തെറിയുന്ന രീതി, അത് അന്ന് യേശുക്രിസ്തുവിൻ്റെ മുഖനിലയുടെ കാര്യത്തിൽ അത് തന്നെയാണല്ലോ സംഭവിച്ചത്. ഇപ്പം ഇവിടെ കേരളത്തിൽ അത് ഇപ്പം അതൊക്കെ മാറി, മാറ്റം വരികയാണ്. മാറ്റം വന്ന് തുടങ്ങിയിരിക്കുന്നു. വികസനത്തിൻ്റെ തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഞാൻ ഒറ്റ കാര്യം ഒന്ന് പറയണ്ടേ ദേവി, പ്ലീസ്, നിങ്ങൾ എന്നെ അവതരിപ്പിക്കുമ്പോൾ ഞാൻ കുന്നത്തുനാടിൻ്റെ നിയമസഭാ സാമാജികനായി ഇവിടുത്തെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്താൽ ഈ ചില കാഴ്ചപ്പാടുകൾ 2020യും NDA മുന്നണിയുമായി ചേർന്ന് നമ്മളിവിടെ അവതരിപ്പിക്കും. അത് ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞതാണ്. അതിനകത്ത് നമ്പർ 1 മാധ്യമപ്രവർത്തകർ, നമ്പർ 2 ഈ നാട്ടിലെ പൗരപ്രമുഖർ, സന്നദ്ധ സംഘടനകൾ, പൊതുജനങ്ങൾ, എല്ലാ വിഭാഗം ആളുകളുമായി കൂടിച്ചേർന്നുള്ള ഏത് പദ്ധതിയിലും പരിപാടിയിലും തീർത്തും ജനാധിപത്യപരമായി, അതാണല്ലോ കോടികൾ 2500 കോടി MLA മുടക്കി എന്ന് ബോർഡ് എഴുതി വെക്കുമ്പോൾ ഇത് എവിടെയെന്ന് ജനങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്, അല്ലെ മാധ്യമങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്, ഇത് കാണുന്നില്ല, ഇത് കണ്ണിൽ പെടുന്നില്ല, അല്ലെ ഇതിൻ്റെ കണക്കുകൾ സുതാര്യമല്ല, ഇത് എവിടെയാണെന്ന് അറിയുന്നില്ല. അപ്പം അതിന് അങ്ങനെ ഒരു മാതൃക കിഴക്കമ്പലം മോഡൽ കുന്നത്ത് നാട്ടിലുണ്ടാവും. ഓരോ പഞ്ചായത്ത് മെമ്പർക്കും, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പഞ്ചായത്ത് അംഗം മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും, ഓരോ സാധാരണക്കാരനും പാവപ്പെട്ടവനും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള, അവരുടെ തൊട്ടടുത്തുള്ള ഒരു ജനപ്രതിയായി എന്നെ അവർക്ക് പ്രതീക്ഷിക്കാം.